ഹായ് ഫ്രണ്ട്സ് ടോഷിട്ട് പോവാം അങ്ങനെയായിട്ട് കുക്ക് ചെയ്ത് എല്ലാ ഫുഡ് കഴിച്ചിരുന്നത് ഇപ്പം ടേസ്റ്റ് നന്നായിട്ട് പോകുന്നു. ഇപ്പം ഹീറോയ്ക്ക് ബേബീസോടെ ഇങ്ങോട്ട് അങ്ങോട്ട് ഓടി കളിക്കുന്നു. അതെ, ഹീറോയ്ക്ക് 5 ബേബീസ് ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. അതെ, 5 ബേബീസ്, 3 ബോയ്സ് 2 ഗേൾസാണ്. അതെ, ഫസ്റ്റ് പറഞ്ഞ 3 ബോയ്സാണ്, പിന്നെ 2 ട്വിൻസാണ്. 2 ഗേൾസ് അല്ല അല്ല ഒരു ബോയ് ഒരു ഗേൾ ട്വിൻസാണ്. അപ്പം ഹീറോ അങ്ങോട്ട് ഓടി കളിക്കാൻ എനിക്ക് വാശി ഉണ്ടാക്കാൻ പാടില്ല, പോകണം സ്കൂൾക്ക് എന്ന് പറയുന്നത്. അതെ, 3 പേര് സ്കൂളിൽ പോകുന്നു. 2 പേര് കുട്ടികളാണ്. അതിൽ ഒന്ന് 2 പേര് കുട്ടികളാണ്. അതെ, 2 പേര് ചെറിയ കുട്ടി. അതെ, 2 പേര് സ്കൂളിൽ പോകണം. അതെ, 3 പേര് സ്കൂളിൽ പോവാണ്. ആ മമ്മി എന്താ മമ്മി പറയുന്നത്? അതെ, ഇപ്പം ഞങ്ങൾ 2ാം ക്ലാസ്സാണ് പഠിക്കുന്നത്, പോയേ പറ്റൂ ഇത് ഹീറോ വാശി പിടിക്കാൻ. അത് ഇവർ ഇത് കുഞ്ഞ എന്ന് പറഞ്ഞ ഹീറോയിൻ മുറക്കായിരുന്നു. അതെ, ഇപ്പോൾ ഹീറോയിൻ്റെ കുട്ടിക്ക് പറഞ്ഞ 1 വയസ്സായത്. ഹീറോയിൻ പറയുന്നു ബാ ബേബി മമ്മി എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ കുട്ടിയാണത്. ബേബി പറയുന്നു എനിക്ക് ലേറ്റായി ഞാൻ പോവാണ് പറയുന്നത്. ഹീറോയിൻ മുറയ്ക്കാണ് വീ നോക്കിയിട്ട്. എന്താ പറഞ്ഞു വീ നോക്കായിരുന്നു. ഇല്ല ബേബി, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ US പോവാം എന്ന് വീ പറയുന്നു. ഹീറോയിൻ മുറയ്ക്കായിരുന്നു. അപ്പം നീ US ഞാനേ അമേരിക്ക പോവാം എന്ന് പറയാം. വീ ഷാക്കാക്കി എന്താക്കി പറയണേ? ശരി, ഇല്ല ഞാൻ ഇന്ത്യക്ക് പോവാം വീ പറയായിരുന്നു. ശരി ഓക്കെ എന്നെ ഹീറോയിനെ കണ്ണടുക്കി സെർച്ചായിരുന്നു. വീ പറയായിരുന്നു അതുമാത്രമല്ല ഒരു ഇത് വരാറുണ്ട് ഫങ്ഷൻ, ആ ഫങ്ഷൻ വരുമ്പോൾ നീ കണ്ടിട്ട് ഇന്ത്യക്ക് വരണം എന്ന് പറഞ്ഞു ഹീറോയി പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ വീ പിന്നെ അവിടെയൊക്കെ ഷൂട്ടിങ് പോയായിരുന്നു. US ഷൂട്ടിങ്ങിക്ക് പോയായിരുന്നു. ഹീറോ ഇന്ത്യക്ക് വന്നിരുന്നു. ഹീറോ ഫാമിലിയോട് പറയായിരുന്നു. അങ്ങനെ വീ മമ്മി കൂടെ കുറച്ച് നോക്കിയിരുന്നു. ഹീറോ മമ്മി ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോ ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞായിരുന്നു. ഹീറോൻ്റെ മനസ്സിൽ പറയണം അച്ഛി എന്താ പറയുക. അതിലൊരു ബോയ് ഹീറോയിനെ കണ്ട് സെറ്റ് ഇരിക്കുകയായിരുന്നു. ഹലോ സിംഗിളാണ് ഹീറോയിനോട് ഇരിക്കുകയായിരുന്നു. സിംഗിളാ അങ്ങോട്ട് നോക്ക് എന്ന് പറയുന്നു. അങ്ങോട്ട് നോക്കായിരുന്നു. 5 കുട്ടികളുണ്ടായിരുന്നു. കുട്ടികൾ പറഞ്ഞു അതെൻ്റെ ബേസാണ് പറയണം. ബേസാ എനിക്ക് മാരേജ് ആയിപ്പാ, ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത് എന്ന് ഹീറോ ടെൻഷനിൽ പറയണം. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞാൽ വാക്കിയക്കള എന്ന് പറഞ്ഞ് ഹീറോ ടെൻഷനിൽ പോയിരുന്നു. അങ്ങനെയായിട്ട് എല്ലാവരും ഇങ്ങനെ ഹീറോ കോഫ് ഷോപ്പിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് വലിയ വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ടെൻഷനായി. ഈ എപ്പോൾ വരുമെന്ന് പറയാൻ ഹീറോയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഹീറോയിൻ നല്ല ഓർമ്മയായിരുന്നു. നന്നായിട്ടായിരുന്നു വാതിൽ മുട്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെ മുമ്പിൽ ഓർമ്മ നോക്കുമ്പോൾ വീ വന്നിരുന്നു. എൻ്റെ വൈഫ് എവിടെ എന്ന വീ കേൾക്കാൻ. എവിടെ ഉള്ളത് കേട്ട് വീ ഉറങ്ങിയെന്നപ്പാ എന്ന് പറയായിരുന്നു. അങ്ങനെ വീ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ നല്ല ഉറക്കാണ്. പേഴ്സണൽ ഉറങ്ങാം. ശരി ഓക്കെ അവൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറയുന്നു. ഹീറോയിൻ രാവിലെ എഞ്ച് നോക്കി കണ്ണു തുറന്നൊക്കെ വീ ഉണ്ട്. ഷോക്കായിരുന്നു. ഇവനെപ്പോൾ വന്നതെന്ന് പറഞ്ഞ ഹീറോയിൻ ഷോക്കായിരുന്നു നോക്കായിരുന്നു. അതേപോലെ ഹീറോയിൻ ഇതെവിടെ ഉള്ളത് പറഞ്ഞ് വീ ആയിരുന്നു. അപ്പോൾ ബേബീസ് പറഞ്ഞാൽ വേറെ റൂമിലാണുള്ളത്. ഹീറോയിൻ പറഞ്ഞ ഒറ്റയ്ക്ക് ഉറങ്ങാണ്. വീ ഹാക്ക് ചെയ്തു. വീനെ തൊട്ടിയായിരുന്നു. സോറി ബേബി, എന്താ രാവിലാണല്ലോ ഇത്, സോക്കെടി എന്ന് പറയുന്നു. വീണ്ടും മുറക്കുന്നു. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ എടി ഷോപ്പിംഗ് അല്ല, നീ മേടിയിട്ടുണ്ടെങ്കിൽ ഞാനും അവളുടെ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് വീ പറയുന്നു. എന്തോ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു അതെടി എന്ന് പറയണം. വീ പറയാൻ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്തിരുന്നു. വീക്ക് വേണ്ടി ഹീറോ ഡ്രസ്സ് എടുത്ത്. അങ്ങനെ പെരുന്നാളൊക്കെ നിറയെ ഇത് അതിൽ വെച്ചിരുന്നു. വീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ട് വീയും പോയിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീക്കും എല്ലാം ഇത് കഴിഞ്ഞായിരുന്നു. ഇപ്പം എല്ലാവരും ഇതാക്കിയിട്ട് എൻജോയ് ചെയ്യാൻ വീണ്ടും മമ്മി ഡാഡികൾ വന്നിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയിൻ എന്നൊക്കെ നിറയെ ആൾ വന്നായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ നല്ല ഫുഡ് എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സിൽ വന്ന് സീനിയർ വന്നിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി പറയായിരുന്നു എനിക്കും കുറച്ച് പോകണം എന്ന് പറഞ്ഞ് എവിടേക്കാണ് പോകുന്നത് വീ പറയായിരുന്നു. ലീവ് എടുത്തായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ലീവ് എടുത്തായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ഫ്രണ്ട്സിൽ പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം വീ പറയായിരുന്നു ബേബി ഞാൻ ഇപ്പം ലീവാണ്, എനിക്ക് ഷൂട്ടിംഗ് ഒന്നുമില്ല, നമുക്ക് ഇവിടെ കുറച്ച് എൻജോയ് ചെയ്ത് നമുക്ക് കുഴിയൊക്കെ പോകാമെന്ന് പറയുന്നത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി. ഷോപ്പിംഗ് വീൻ കൂടെ ഭയങ്കര ഷോപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞ് വീടിൻ്റെ ഉമ്മയുടെ ഡാഡിയൊക്കെ ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടുത്ത ഫുഡ് അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടനെ. അത് വീടിൻ്റെ ഉമ്മയ്ക്ക് നിറയെ ട്രിപ്പ് മതിയായിരുന്നു. അങ്ങനെ വീക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ പ്ലേസെല്ലാം കറങ്ങിയായിരുന്നു. കറങ്ങിയ ശേഷം വീനോമി പറയാൻ ഞാൻ വരൂല്ല എന്നെ വീനോമി വാശി പിടിക്കാൻ തുടങ്ങിയിട്ട്. അതിനായിട്ട് എല്ലാ പ്ലേസും ഭയങ്കര ഹാപ്പിയായിട്ട് കറങ്ങിയായിരുന്നു. എവിടെ കാണ്ടി പോവാതെ ഇത് പറഞ്ഞ് നിറയെ പ്ലേസിലേക്ക് പോയിരുന്നു. വീക്ക് മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. എൻജോയ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയായിട്ട്
അങ്ങനെ ഹീറോയിന് പിന്നെ താജ്മഹൽക്ക് പോയി. താജ്മഹൽക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. താജ്മഹൽ കറങ്ങിയായിരുന്നു. നെക്സ്റ്റ് നമുക്ക് കൊറിയൊക്കെ പോവാം എന്നിട്ട് വി പറയായിരുന്നു. വിക്ക് വി പറയായിരുന്നു ശരി ഓക്കെ എന്നാൽ കുറച്ചൊന്ന് താമസിച്ചു. പിന്നെ അങ്ങനെ ഡൽഹിക്ക് ഫ്ലൈറ്റൊക്കെ പറന്നു. പിന്നെ ഫ്ലൈറ്റ് എത്തി എല്ലാവരും പറന്നു പോയി. കൊറിയൊക്കെ ലാൻഡായി. കൊറിയയിൽ ഇറങ്ങി ഹീറോയിച്ച് ഹാപ്പിയായിരുന്നു. വി കൂടെ പറയായിരുന്നു. പിന്നെ വി ഹീറോയെ കൂടെ ചോറ് എൻജോയ് ചെയ്ത് തുടങ്ങിയായിരുന്നു. വി പറയായിരുന്നു വി അത് എന്ത് ബേബി ഇത് വി എന്ന് പറയുന്നു. വി പറയുന്നു ശരിടി എൻ്റെ ബേബി വേണ്ട എന്ന് പറഞ്ഞ് ഹീറോയി പറഞ്ഞു അത് ഓൾറെഡി ഹീറോയി ചെയ്തായിരുന്നു. ഹീറോയി പറഞ്ഞ ഒരു ഓപ്ഷനാണ് ബേബി വേണ്ട മതി ഹീറോയി ചെയ്തായിരുന്നു. അത് വി പറയുന്നു അതിപ്പോൾ എനിക്ക് എങ്ങനെയുണ്ട് ഗുണമുണ്ട് എന്ന് വി കേൾക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ ഹീറോയി ബേബിക്ക് അതെ ഹീറോയിൻ്റെ ബേബിക്ക് ചെയ്തതായിരുന്നു. ഹീറോയി ബേബി പറഞ്ഞ് ഇപ്പോൾ ഹീറോയി ഗുണമായിരുന്നു. അപ്പോൾ ഹീറോയി ഷെയറിൽ ഇപ്പോൾ ഡേഴ്സ് പോകാൻ തുടങ്ങി. വീക്ക് ഷൂട്ടിങ് ഭയങ്കര ചെയ്യായിരുന്നു. ഹീറോയി കൂടെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഹീറോയി ബേബീസെല്ലാം ഇപ്പോൾ കുട്ടി വളരാൻ തുടങ്ങി. അവരിപ്പോൾ അവരുടെ റൂമിൽ ഇരിക്കാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി വി പറഞ്ഞ ഹീറോയിനെ റൊമാൻസ് ടൈമിങ്ങോട്ട് കുറച്ചായിരുന്നു. ഹീറോയി പറയുന്നു വി വേണ്ട വി അങ്ങനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഹീറോയി തിരിച്ചു കൂടാൻ തുടങ്ങി. വി വിടുന്ന എന്ന് ബേബി എന്ന് പറഞ്ഞ ഹീറോയിക്കോട്ട് റൊമാൻസ് നന്നായിട്ട് നടക്കുമായിരുന്നു. വിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വി കൂടെ ഹീറോ ഡാൻസ് ആയിരുന്നു. ഒരു ആർമി ഗേൾ ഹീൻ്റെ അടുത്ത് കേൾക്കാത്ത ബാസ് നിങ്ങൾ അല്ല വി എപ്പോൾ നിങ്ങളെ ബേബി കൂടെ സോങ്സ് ചെയ്യാൻ പോവാം. അങ്ങനെ വി ഒരു സോങ് ചെയ്യാൻ പോകുന്ന വീൻ്റെ ബേബീസ് വെച്ച സോങ്സ് അതുകൂടെ വി ഉണ്ടായിരുന്നു. വീൻ്റെ വൈഫ് ഹീറോയി ഉണ്ടായിരുന്നു. അത് വെച്ച സോങ് ഭയങ്കര ഫേമസ് ആണ്. ഫാമിലി ആയ സോങ്സ് ആണ്. അത് ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. വീക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് ഫേമസ് ആകും. നിറയെ ആർമീസ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ആർമീസിൻ്റെ സോങ്ങുകളുടെ ടോപ്പ് ഭയങ്കര ഫേമസ് ആയിട്ട് മാറിയായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് നിറയെ സോങ്സിൽ വീൽ കൂടെ ഹീറോയിന് സോങ്സ് ചെയ്യും. അതുമുതൽ ബേബീസും അതെ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.